RRB ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണോ നിങ്ങൾ? എങ്കിൽ ഇന്ന് നമുക്കതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ഒന്ന് നോക്കി വരാം. വെൽക്കം ബാക്ക് ടു ജ്യോതിർമാർഗ. RRB ഗ്രൂപ്പ് ഡി ലെവൽ 1 പരീക്ഷയുടെ സിലബസിൽ പ്രധാനമായും 4 ഭാഗങ്ങളാണ് ഉള്ളത്. ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. ജനറൽ സയൻസ്, മാത്തമാറ്റിക്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ്, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്നിവയാണ് ഇതിൽ വരുന്ന വിഷയങ്ങൾ. ഇനി നമുക്കിതിൻ്റെ മാർക്കിങ്സ് നോക്കാം. ജനറൽ സയൻസ് എന്ന വിഷയത്തിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഇതിൽ നിന്ന് നമുക്ക് 25 മാർക്ക് നേടിയെടുക്കാവുന്നതാണ്. മാത്തമാറ്റിക്സ് എന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ അവിടെ നിന്നും 25 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഇതിൽ നിന്നും നമുക്ക് 25 മാർക്ക് നേടിയെടുക്കാവുന്നതാണ്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നിന്ന് 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക, 30 ക്വസ്റ്റ്യൻസ്. ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സിലേക്ക് വരുമ്പോൾ അവിടെ നിന്നും 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. മൊത്തം 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വീതം നമുക്ക് 100 മാർക്ക് വരെ നേടിയെടുക്കാവുന്നതാണ്. നമുക്ക് സബ്ജക്റ്റ് വൈസ് ഡീറ്റെയിൽഡ് സിലബസ് നോക്കാം. ആദ്യമായി ജനറൽ സയൻസ്. NCERT 10th സ്റ്റാൻഡേർഡ് ബേസ് ചെയ്തിട്ടാണ് ജനറൽ സയൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. 25 മാർക്കാണ് ഇവിടുത്തെ വെയിറ്റേജ് വരുന്നത്. പ്രധാനമായും ലൈഫ് സയൻസ് അഥവാ നമ്മുടെ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചതായിട്ട് കണ്ടുവരുന്നത് ബയോളജിയിൽ നിന്നാണ്. ഫിസിക്സ് എന്ന വിഷയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൽ മെയിനായിട്ട് മെക്കാനിക്സ്, എനർജി, വേവ്സ് ആൻഡ് ഒപ്റ്റിക്സ്, ഇലക്ട്രോമാഗ്നറ്റിസം, മോഡേൺ ഫിസിക്സ് എന്നീ ടോപ്പിക്കുകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ തന്നെ മെക്കാനിക്സിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്, മോഷൻ, ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ, ഗ്രാവിറ്റേഷൻ, പ്രഷർ ആൻഡ് ഫ്രിക്ഷൻ എന്നീ ടോപ്പിക്കുകളിൽ നിന്നും ക്വസ്റ്റ്യൻ വരാം. സ്പീഡും വെലോസിറ്റിയും ആക്സിലറേഷനും ഇതിൻ്റെ ഭാഗമാണ്. ഇതിൽ നിന്നും നമുക്ക് വർക്കൗട്ട് ക്വസ്റ്റ്യൻസും ചോദിക്കാവുന്നതാണ്. രണ്ടാമതായി എനർജി, വർക്ക്, പവർ, എനർജി എന്നീ ടോപ്പിക്കുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. വേവ്സ് ആൻഡ് ഒപ്റ്റിക്സ് വരുമ്പോൾ അതിൽ സൗണ്ട്, ലൈറ്റ്, റിഫ്രാക്ഷൻ, ലെൻസസ് അതൊക്കെ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ഇലക്ട്രോമാഗ്നറ്റിസത്തിൽ കറണ്ട്, ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നീ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. മോഡേൺ ഫിസിക്സ് വരുമ്പോൾ സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻറ്റ്സ്, ഇൻവെൻഷൻസ്, ഇമ്പോർട്ടൻറ്റ് ഡിസ്കവറീസ് അതിൻ്റെ ഇയേഴ്സ് അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഇനി നമുക്ക് കെമിസ്ട്രിയിലേക്ക് നോക്കാം. കെമിസ്ട്രിയിൽ പ്രധാനമായും 5 ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. മാറ്റർ, അതിൽ നേച്ചർ ഓഫ് മാറ്റർ, ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്, സ്ട്രക്ചർ ഓഫ് ആൻ ആറ്റം എന്നീ ടോപ്പിക്കുകളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. രണ്ടാമതായി റിയാക്ഷൻസ്, കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻ, ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ, കമ്പഷൻ, ഫ്ലെയിം എന്നീ ടോപ്പിക്കുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. മൂന്നാമതായി പീരിയോഡിക് ടേബിൾ, പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്, ട്രെൻഡ്സ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് പീരീഡ്സ് ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. നാലാമതായി ഫങ്ഷണൽ കെമിസ്ട്രി, ആസിഡ്സ്, ബേസ്, സോൾട്ട്സ്, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് ആൻഡ് കെമിക്കൽ ബോണ്ടിങ് ഈ ഒരു ടോപ്പിക്കുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. അഞ്ചാമതായി ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി, മെറ്റലർജി, ഫ്യൂവൽസ് ആൻഡ് കോമൺ കെമിക്കൽസ് ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. അടുത്തതായി ജനറൽ സയൻസ് എന്ന വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കണ്ടുവരുന്ന ലൈഫ് സയൻസ് അഥവാ ബയോളജി എന്നിവയിൽ നിന്നുള്ള ടോപ്പിക്ക് നോക്കാം. സെൽ ബയോളജി, അതിൽ തന്നെ സൈറ്റോളജി, അനിമൽ ആൻഡ് പ്ലാന്റ് ടിഷ്യൂസ് എന്നിവയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. സെൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഒക്കെയാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. ഹ്യൂമൻ ഫിസിയോളജി, ഡൈജസ്റ്റീവ്, സർക്കുലേറ്ററി, റെസ്പിറേറ്ററി, എക്സ്ക്രീറ്ററി, നെർവസ്, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ബോട്ടണിയിൽ നിന്നും ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ് കിങ്ഡം, പ്ലാന്റ് മോർഫോളജി, ഫോട്ടോസിന്തസിസ്, പ്ലാന്റ് ഹോർമോൺസ്, പ്ലാന്റ് ഡിസീസസ് ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ജനറ്റിക്സ് ആൻഡ് ഇവല്യൂഷനിൽ ബേസിക് ഹെറിഡിറ്റി, DNA ആൻഡ് ഓർഗാനിക് എവല്യൂഷൻ ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഹെൽത്ത് ആൻഡ് എക്കോളജി നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ ഡിസീസസ്, ന്യൂട്രിയൻസ്, എക്കോളജി, എൻവിറോൺമെൻറ്റ്, പൊല്യൂഷൻ ഈ ടോപ്പിക്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്ക് വരുന്നത് മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സിൽ നിന്ന് പ്രധാനമായും 6 സബ് ടോപ്പിക്കുകളാണുള്ളത്. ഇതിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാവുന്നത്. 25 മാർക്ക് വരെ നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. ആദ്യമായി അരിത്തമെറ്റിക് ആൻഡ് നമ്പർ സിസ്റ്റം. ഇതിൽ നമ്പർ സിസ്റ്റത്തിൽ നിന്നും നാച്ചുറൽ നമ്പേഴ്സ്, ഇൻഡിജേഴ്സ്, റാഷണൽ, ഇറാഷണൽ നമ്പേഴ്സ്, ഡിവിസിബിലിറ്റി റൂൾസ് എന്നിവയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവാം. രണ്ടാമതായി ബോർഡ് മാസ്, സിംപ്ലിഫിക്കേഷൻ ഓഫ് കോംപ്ലക്സ് എക്സ്പ്രഷൻ യൂസിങ് ഓർഡർ ഓഫ് ഓപ്പറേഷൻ. ഇത് എല്ലാ തവണയും കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ്.
ഡെസിമൽസ് ആൻഡ് ഫ്രാക്ഷൻസ്, കൺവേർഷൻസ്, റിക്കറിംഗ് ഡെസിമൽസ് ആൻഡ് കമ്പാരിസൺ ഓഫ് ഫ്രാക്ഷൻ. അവസാനമായി LCM ആൻഡ് HCF. ഈ ഒരു പോർഷനിൽ നിന്ന് LCM ആൻഡ് HCF നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതായി റേഷ്യോ, പ്രപ്പോർഷൻ ആൻഡ് പെർസെൻറ്റേജസ്. ഇതിൽ നിന്നും റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, സിമ്പിൾ റേഷ്യോസ്, മീൻ പ്രപ്പോർഷണൽ, പാർട്ട്ണർഷിപ്പ് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് കിട്ടാവുന്നതാണ്. പെർസെൻറ്റേജ്, കൺസെപ്റ്റ് ഓഫ് പെർസെൻറ്റേജ്, കൺവേർഷൻസ്, ആപ്ലിക്കേഷൻ ഇൻ പോപ്പുലേഷൻ ഓർ മാർക്ക് ബേസ്ഡ് പ്രോബ്ലം, അങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ചോദിക്കാവുന്നതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ്, കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, മാർക്ക് പ്രൈസ്, ഡിസ്കൗണ്ട് കാൽക്കുലേഷൻ എന്നിവയൊക്കെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാവുന്നതാണ്. ടൈം, ഡിസ്റ്റൻസ് ആൻഡ് വർക്ക്. ഈ സെക്ഷനിൽ നിന്ന് ടൈം ആൻഡ് വർക്ക്, എഫിഷ്യൻസി, വർക്ക് ഡൺ ബൈ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ്, പൈപ്സ് ആൻഡ് സിസ്റ്റേൺസ് എന്നീ ടോപ്പിക്കുകളിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ആവറേജ് സ്പീഡ്, റിലേറ്റീവ് സ്പീഡ്, പ്രോബ്ലം സോൾവിങ്, ട്രെയിൻസ് ആൻഡ് ബോർഡ് സ്ട്രീംസ്, ഇതൊക്കെ ചോദിക്കാവുന്നതാണ്. ഓൾജിബ്ര, ജിയോമെട്രി ആൻഡ് ട്രിഗ്നോമെട്രി. എലമെൻ്ററി ഓൾജിബ്രയാണ് ഇതിൽ വരുന്നൊരു ടോപ്പിക്ക്. ഇതിൽ നിന്ന് ലീനിയർ ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, പോളിനോമിയൽ, ബേസിക് ഐഡൻറ്റിറ്റീസ് എന്നിവ ചോദിക്കാവുന്നതാണ്. ജിയോമെട്രിയിൽ നിന്നും ലൈൻസ്, ആംഗിൾസ്, ട്രയാങ്കിൾസ്, സർക്കിൾസ്, പോളിഗൺസ് എന്നിവ ചോദിക്കാവുന്നതാണ്. ട്രിഗ്നോമെട്രിയിൽ നിന്നും ബേസിക് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ചോദിക്കാവുന്നതാണ്. ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് ചോദിക്കാവുന്നതാണ്. ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് ചോദിക്കാവുന്നതാണ്. അടുത്തതായി മെൻസുറേഷൻ. ഇതിൽ നിന്ന് മെയിനായിട്ട് 2D ഷേപ്സും 3D ഷേപ്സും ആണ് ചോദിക്കുന്നത്. ഇതിൽ ഏരിയ, പെരിമീറ്റർ, 2D ഷേപ്സിൽ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ, സ്ക്വയർ ആൻഡ് സർക്കിൾസ് ചോദിക്കാം. 3D ഷേപ്സിൽ വോളിയം ആൻഡ് സർഫസ് ഏരിയ ഓഫ് ക്യൂബ്, ക്യൂബോയിഡ്സ്, സ്ഫിയേഴ്സ്, സിലിണ്ടേഴ്സ് ആൻഡ് കോൺസ് ചോദിക്കാം. അവസാനമായി സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മിസലേനിയസ്. ഇതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ചോദിക്കുക. മീൻ, മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊക്കെ ചോദിക്കാം. ഏജ് കാൽക്കുലേഷൻ, അതായത് പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ഏജ് റേഷ്യോസ് ആൻഡ് ആവറേജസ്, കലണ്ടർ, ക്ലോക്ക് പ്രോബ്ലംസ് ഒക്കെ ഇതിൽ നിന്ന് ചോദിക്കാവുന്നതാണ്. അടുത്തതായി ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് എന്ന ടോപ്പിക്കാണ്. നേരത്തെ ഡിസ്കസ് ചെയ്ത 2 സബ്ജക്റ്റുകളെ അപേക്ഷിച്ച് 5 മാർക്ക് കൂടുതൽ നമുക്ക് ഇവിടെ നിന്ന് നേടിയെടുക്കാവുന്നതാണ്. 30 ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ലഭിക്കും. നമുക്ക് ഡീറ്റെയിൽഡ് സിലബസിലേക്ക് പോവാം. ആദ്യമായി ലോജിക്കൽ റീസണിങ് ആണ്. അനലോജീസ്, ഐഡൻറ്റിഫൈയിങ് സിമിലർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പെയേഴ്സ് ഓഫ് വേർഡ്സ്, നമ്പേഴ്സ് ഓർ ലെറ്റേഴ്സ്. സിലോജിസം, ഡ്രോയിങ് ലോജിക്കൽ കൺക്ലൂഷൻസ് ഫ്രം ഗീവൺ പ്രിമൈസസ്. വീൻ ഡയഗ്രം ഇതിൽ നിന്ന് ചോദിക്കാവുന്നതാണ്. അതിൽ തന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് വിഷ്വലി. പിന്നെ അനാലിറ്റിക്കൽ റീസണിങ് ചോദിക്കാവുന്നതാണ്. കോംപ്ലക്സ് പസിൽസ് സോൾവ് ചെയ്യുക, അങ്ങനെയുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ്സ് ചോദിക്കാവുന്നതാണ്. ആർഗ്യുമെൻറ്റ്സ് ഓർ ആൻഡ് അസംഷൻസ് ചോദിക്കാവുന്നതാണ്. പിന്നീട് കൺക്ലൂഷൻസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് നമുക്കിതിൽ നിന്ന് ചോദിക്കാവുന്നതാണ്. അടുത്തതായി വെർബൽ ആൻഡ് സിംബോളിക് റീസണിങ് ആണ് വരുന്നത്. ഇതിൽ നിന്ന് ആൽഫബറ്റിക്കൽ ആൻഡ് നമ്പർ സീരീസ് ചോദിക്കാവുന്നതാണ്. സീക്വൻസ് ബേസ്ഡ്, സ്പെസിഫിക് ലോജിക് ഓർ പാറ്റേൺ ബേസ്ഡ് ചോദിക്കാവുന്നതാണ്. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ചോദിക്കാവുന്നതാണ്. ട്രാൻസ്ലേറ്റിംഗ് വേർഡ്സ് ഓർ നമ്പേഴ്സ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചോദിക്കാവുന്നതാണ്. പിന്നെ റിലേഷൻഷിപ്പ് ചോദിക്കാവുന്നതാണ്. ഫാമിലി ട്രീ കണക്ഷൻസ് ഒക്കെ ചോദിക്കാവുന്നതാണ്. ജംബ്ലിങ് ചോദിക്കാവുന്നതാണ്. റീഅറേഞ്ചിങ് സ്ക്രാമ്പിൾഡ് വേർഡ്സ് മീനിങ് ഫുൾ ഓർഡറാക്കി മാറ്റുന്നതൊക്കെ ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് ഡാറ്റ ആൻഡ് സ്പാഷ്യൽ റീസണിങ് ആണ്. ഇതിൽ മെയിനായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുക, ഡയറക്ഷൻസ് ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ള ഒരു ടോപ്പിക്കാണ് വരുന്നത്. ഡാറ്റ ഇൻ്റർപ്രറ്റേഷൻ ആൻഡ് സഫിഷ്യൻസി, ഡിസൈഡിങ് ഇഫ് ദ ഗിവൺ ഡാറ്റ ഈസ് ഇനഫ് ടു ആൻസർ എ സ്പെസിഫിക് ക്വസ്റ്റ്യൻ. പിന്നെ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, ഐഡൻറ്റിഫൈയിങ് ദ ഓഡ് വൺ ഔട്ട്, മാച്ചിങ് പാറ്റേൺസ്. പിന്നെ ഡയറക്ഷൻസ്, സോൾവിങ് പ്രോബ്ലം ബേസ്ഡ് ഓൺ കാർഡിനൽ ഡയറക്ഷൻസ് ആൻഡ് ഡിസ്റ്റൻസ്. ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തു നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. മെയിൻ ടോപ്പിക് നമ്മൾ നോക്കുകയാണെങ്കിൽ വരുന്നത് ജനറൽ അവയർനെസ് ആൻഡ് കറൻറ്റ് അഫയേഴ്സ് ആണ്. ഇതിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വരുന്നത്. 20 മാർക്ക് വരെ നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. ഇതിൻ്റെ സബ് ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ ജോഗ്രഫിയാണ്. അതിൽ ഇന്ത്യ, വേൾഡ് രണ്ടിനും ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാം.
അതിൽ തന്നെ നാഷണൽ പാർക്സ് വരാം, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് വരാം, റിവേഴ്സ് ആൻഡ് വാട്ടർ ബോഡീസ് വരാം, ഒറിജിൻ അതിൻ്റെ മേജർ റിവേഴ്സിൻ്റെ ഒറിജിൻ വരാം, അതിൻ്റെ ട്രിബ്യൂട്ടറീസ് വരാം, സിറ്റീസ് എവിടെയൊക്കെയാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, പിന്നെ ഡാംസ് ആൻഡ് ലേക്സ്, ഹയസ്റ്റ് ലോങ്ങസ്റ്റ് ഡാംസ്, ഫ്രഷ് വാട്ടർ ആൻഡ് സോൾട്ട് വാട്ടർ ലേക്സ് വരാം, മൗണ്ടെയ്ൻസ് ആൻഡ് പാസസ്, മേജർ ഹിമാലയൻ പീക്സ് ഒക്കെ വരാം. പിന്നെ എൻവിറോൺമെൻറ്റൽ ആണെങ്കിൽ റാംസർ സൈറ്റ് വരാം, ബയോസ്ഫിയർ റിസർവ്സ് വരാം, ടൈഗർ റിസർവ്സ് വരാം. വേൾഡ് ജിയോഗ്രഫി നോക്കുകയാണെങ്കിൽ കോണ്ടിനെൻറ്റ്സ് വരാം, ഓഷ്യൻസ് വരാം, ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്സ് വരാം, കൺട്രീസ് ആൻഡ് ദർ ക്യാപിറ്റൽസ്, കറൻസീസ് ഒക്കെ വരാം. ഇന്ത്യൻ പൊളിറ്റിക്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷനാണ് അടുത്ത ടോപ്പിക്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് വരാം, പ്രിയമ്പിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഒക്കെ വരാം. ഗവൺമെൻറ് സ്ട്രക്ചർ, പ്രസിഡൻറ്റിൻ്റെ പവേഴ്സ്, പ്രൈം മിനിസ്റ്റർ, ഗവർണർ, ഫങ്ഷനിങ് ഓഫ് ദ പാർലമെൻറ്റ്, ജുഡീഷ്യറി, സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് വരാം, ആർട്ടിക്കിൾസ് റിലേറ്റഡ് ടു എമർജൻസി പ്രൊവിഷൻസ്, അമെൻമെൻറ്റ്സ്, ലോക്കൽ പഞ്ചായത്ത്, അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അടുത്തതായി ആർട്ട് ആൻഡ് കൾച്ചർ ആൻഡ് ഹിസ്റ്ററി എന്നാണ്. ഡാൻസ് ഫോംസ് വരാം, ക്ലാസിക്കൽ ഡാൻസേഴ്സ് ആൻഡ് ഫേമസ് ഫോക്ക് ഡാൻസസ് ഓഫ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ബേസ്ഡ് ഡാൻസ് വരാം. ഫെസ്റ്റിവൽസ് വരാം, മേജർ ഹാർവസ്റ്റ് ആൻഡ് റിലീജിയസ് ഫെസ്റ്റിവൽസ്